So dear students, in this video we are going to discuss 2-3 problems related to laws of indices. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 3a² b into 5a³ b raised to 4 എന്നുള്ളത് നമ്മൾ സോൾവ് ചെയ്തു. ഇനി നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് equals 2a raised to minus 1 b raised to minus 5 3a raised to minus 2 b raised to 3. അതായത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഒരേപോലെയുള്ള ടേംസ് ഒരുമിച്ച് എഴുതുക. ലൈക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 3 into 5 എന്നുള്ളത് പോലെ a² into a³ എന്ന് എഴുതിയ പോലെ ഇവിടെ റിയൽ നമ്പേഴ്സ് ആയിട്ടുള്ള 2ഉം 3ഉം നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 into 3 എന്ന് എഴുതാം. ദെൻ നമുക്കുള്ളത് a raised to minus 1ഉം a raised to minus 2 ആണ്, അത് ഒരുമിച്ച് എഴുതാം. അതുപോലെ തന്നെ b raised to minus 5 into b raised to 3 എന്നുള്ളത് നമുക്ക് എഴുതാം. സോ നമുക്ക് എന്ത് കിട്ടും? 2 into 3 into a raised to minus 1 into a raised to minus 2 b raised to minus 5 into b raised to 3 എന്നുള്ളത് കിട്ടും. ഇനി നമ്മളത് സോൾവ് ചെയ്യുക. 2 into 3 എന്നുള്ളത് 6 ആണ്. ഇനി a raised to minus 1 a raised to minus 2 എന്ന് പറയുന്നത് എന്താണ്? അവിടെ ബേസ് സെയിം ആണ്, a തന്നെയാണ്. സോ x raised to m into x raised to n എന്നുള്ള റൂളാണ്. അവിടെ എക്സിൻ്റെ സ്ഥാനത്ത് a എന്നും എമ്മിൻ്റെ സ്ഥാനത്ത് -1 ആണുള്ളത്, എന്നിൻ്റെ സ്ഥാനത്ത് -2. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും x raised to m into n എന്നുള്ള x raised to m into x raised to n എന്നുള്ള രീതിയിലാണുള്ളത്. x raised to m plus n, അതായത് a raised to -1 plus a raised to -1 plus -2 എന്നുള്ള രീതിയിൽ വരും. അതുപോലെ തന്നെ b raised to -5 into b raised to 3 എന്നുള്ളത് b raised to -5 plus 3 എന്നാവും. സോ ബേസ് അവിടെ സെയിം ആയതുകൊണ്ട് ഇനി നമ്മൾ 6 into a raised to -1 plus -2, ദാറ്റ് ഈസ് രണ്ട് മൈനസും ആഡ് ചെയ്യുക, 3 എന്ന് കിട്ടും. രണ്ട് വാല്യൂസ് ആഡ് ചെയ്യുക, 3 എന്ന് കിട്ടും. അപ്പോൾ നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. സോ a raised to -3 എന്ന് കിട്ടും. ആൻഡ് b raised to -5 plus 3 എന്നുള്ളത് 3 - 5 എത്രയാണ്? അല്ലെങ്കിൽ 5 - 3 എന്നുള്ളത് എത്രയാണ്? 2 ആണ്. വലുതിൻ്റെ ചിഹ്നം മൈനസ്. സോ b raised to -2 എന്ന് വരും. സോ 6 a raised to -3 b raised to -2 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 1/, എന്നിട്ടിട്ട് എഴുതാം. 1/, a raised to 3 b raised to 2 എന്നുള്ളത് വരും. അപ്പോൾ 1/, എന്ന് വരുമ്പോൾ 1 into 6, ഇവിടെ 6 ഉള്ളത് കൊണ്ട് 1 into 6 എന്ത് വരും? 6 വരും. 6/a³ b² എന്ന് വരും. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? 36 x raised to 8 y raised to 5 whole divided by 6 x raised to 5 y raised to 3. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. 36 x raised to 8 y raised to 5 divided by 6 x raised to 5 y raised to 3. അപ്പോൾ നമുക്കിത് നേരെ a raised to അല്ലെങ്കിൽ x raised to m divided by x raised to n എന്നുള്ള രീതിയിലാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡിവൈഡ് ചെയ്യാം. 36/6 എന്ന് എഴുതാം. എന്നിട്ട് ഒരേപോലെയുള്ളത് എന്ത് ചെയ്യുക? x raised to m divided by x raised to n എന്നുള്ള രീതിയിലാണുള്ളത്. അപ്പോൾ x raised to 8 - 5 എന്നുള്ള രീതിയിൽ വരും. y raised to 5 divided by y raised to 3 എന്നുള്ളത് y raised to 5 - 3 എന്ന് വരും. ഓക്കെ, ഇതുപോലെ. ഓക്കെ, സോ 36 divided by 6 into x raised to x raised to 8 - 5 into y raised to 5 - 3. ബിക്കോസ് എന്താണ്, ഇവിടെ സെയിം ബേസ് ആണ്, ഒരേപോലെയുള്ളത് ഒരുമിച്ച് നമുക്ക് മൈനസ് ചെയ്യാം. ദാറ്റ് ഈസ് x raised to 8 - 5 എന്ത് വരും? ഇവിടെ രണ്ടിൻ്റെയും ബേസ് സെയിം ആണ്, അത് തമ്മിൽ നമുക്ക് മൈനസ് ചെയ്യാം. ഇവിടെ y-ൻ്റെ അതുപോലെ തന്നെ ഈ y-ൻ്റെ സെയിം ബേസ് ആണ്, y ആണ്. അപ്പോൾ 5 - 3 ഇട്ട് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ഇതുള്ളത് x raised to 8 divided by x raised to 5 എന്നുള്ള രീതിയിലും y raised to 5 divided by 5 raised to 3 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ x raised to m divided by x raised to n എന്നുള്ള രീതിയിലാണ് x raised to m minus n.
അപ്പോൾ വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ എക്സ് റേസ് ടു 8 - 5 എന്നുള്ളത് എക്സ് റേസ് ടു 3 എന്നുള്ളതും വൈ റേസ് ടു 5 - 3 ദാറ്റ്സ് ഈക്വൽ ടു സ്ക്വയർ വൈ സ്ക്വയർ എന്നുള്ളതും വരും. അപ്പം 6x³ വൈ സ്ക്വയർ എന്നുള്ളതാണ് ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ ആണ്. 5a² divided by 15a raised to -5b² എന്ന് വരും. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ എന്താ വേണ്ടത്? ഒരേപോലെയുള്ളത് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഒരേപോലെയുള്ളത് 5 divided by 15. അടുത്ത എന്താണ്? സെയിം ബേസ് ഉള്ളത് നമുക്ക് മൈനസ് ചെയ്യാം. ദാറ്റ് ഈസ് a². അതുപോലെ തന്നെ ഡിവൈഡഡ് ബൈ a raised to -5. അതുപോലെ തന്നെ ഇൻറ്റു b³ divided by b². ഓക്കെ, അപ്പോൾ a² മൈനസ് -5 b raised to 3 - 2 എന്ന് വരും. ഓക്കെ, ഇങ്ങനെ വരും. 5/15 then into a raised to 2 -5 എന്ന് വരും. then b raised to 3 - 2. അപ്പോൾ ഇത് ഏത് രീതിയിലാണ് നമ്മൾ എഴുതിയത്? ഇവിടെ a² divided by a raised to -5 എന്ന് പറഞ്ഞാൽ x raised to m divided by x raised to n എന്നുള്ള രീതിയിലാണുള്ളത്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവിടെ ബേസ് സെയിം ആണ്. ബേസ് സെയിം ആയതുകൊണ്ട് രണ്ട് വാല്യൂസും മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് 5/15 1/3 എന്ന് എഴുതാം. a raised to 2 -5 എന്ന് പറയുമ്പോൾ 2 + 5 ദാറ്റ്സ് ഈക്വൽ ടു a raised to 7 എന്ന് വരും. ആൻഡ് b raised to 3 - 2 എന്ന് പറയുന്നത് b raised to 1 ആണ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം 1/3 a raised to 7 b എന്ന് എഴുതാം. ബിക്കോസ് അവിടെ 1ന്റെ പിന്നെ b raised to 1 എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, x raised to 5 divided by x raised to 9 whole raised to 2. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണുള്ളത്? x raised to m divided by x raised to n whole raised to y എന്നുള്ള രീതിയിലാണുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം x raised to m whole raised to n എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. സോ x raised to m into n എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ നടുക്ക് അവിടെ ഡിവൈഡഡ് ബൈ എന്ന് മാത്രം കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? x raised to m whole raised to n നമ്മൾ പഠിച്ചു. x raised to 5 into 2 and x raised to 9 into 2 എന്ന് വരും. ഓക്കെ, ഈ രണ്ട് ടേമിനും x raised to 5നും x raised to 9നും 2 എന്ന് പറയുന്ന വാല്യൂ കോമൺ ആണ്. അപ്പോൾ x raised to 5 ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ x raised to 5 into 2 ആൻഡ് ഡിവൈഡഡ് ബൈ x raised to 9 into 2 എന്ന് വരും. ദാറ്റ് ഈസ് x raised to 10 ഡിവൈഡഡ് ബൈ x raised to 18 എന്ന് വരും ആൻസർ. അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്താൽ സെയിം ബേസ് ആണ്. അപ്പോൾ രണ്ടും കൂടി എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. x raised to m divided by x raised to n എന്നുള്ള രീതിയിലാണ്. അപ്പോൾ x raised to m - n അല്ലെങ്കിൽ x raised to 10 - 18. അപ്പോൾ 10 - 18 ദാറ്റ്സ് ഈക്വൽ ടു -8. x raised to -8നെ നമ്മൾ റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/x raised to -8 എന്നുള്ളത് എന്താവും? പ്ലസ് ആവും. ദാറ്റ് ഈസ് 1/x raised to 8 ആവും. ഓക്കെ, റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇതാണ് ആൻസർ വരിക. ഓക്കെ, ദെൻ നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് a raised to, ഇത് നിങ്ങൾക്ക് ഞാൻ ഇട്ട PDF-ൽ എക്സാമ്പിൾ 17th ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് a raised to b equal to b raised to a and a is equal to 2b. ഷോ ദാറ്റ് b is equal to 2. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ഗിവൺ ഇൻഫോർമേഷൻസ് നിങ്ങൾ എടുത്തെഴുതുക. ദാറ്റ് ഈസ് a raised to b equal to b raised to a ആൻഡ് അത് ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് ആൻഡ് എയുടെ വാല്യൂ 2b എന്നുള്ളത് അവിടെ തന്നിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്കത് തന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ എയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 2b കൊടുക്കുക. എയുടെ സ്ഥാനത്ത് 2b കൊടുക്കുക. ഇവിടെയും b raised to a ഉണ്ട്, അവിടെയും നിങ്ങൾ 2b കൊടുക്കുക. അപ്പം നമുക്ക് എങ്ങനെ കിട്ടും? 2b whole raised to b equal to b raised to 2b എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 2b whole raised to b ആണ്. 2b whole raised to b
ടു ബി എന്ന് പറയുന്നത് എന്താണ്? എയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഈ ഇക്വേഷൻ 1ലേക്ക്. അങ്ങനെ എയുടെ വാല്യൂ നമ്മൾ 2b എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2b ഹോൾ റേസ് ടു b ഇസ് ഈക്വൽ ടു b റേസ് ടു 2b. ആൻഡ് അവിടെ 2b ഹോൾ റേസ് ടു b എന്നുള്ളത് ഏത് രൂപത്തിലാണുള്ളത്? യെസ്, എക്സ് വൈ ഹോൾ റേസ് ടു എം എന്നുള്ള രൂപത്തിലാണുള്ളത്. അല്ലെങ്കിൽ എക്സ് റേസ് ടു എം ഇൻറ്റു വൈ റേസ് ടു എം. എക്സ് വൈ ഹോൾ റേസ് ടു എം എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എം ഇൻറ്റു വൈ റേസ് ടു എം. അപ്പോൾ അത് നമ്മൾ എന്താണ് ഇലാബറേറ്റ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? 2 റേസ് ടു ബി ഇൻറ്റു ബി റേസ് ടു ബി. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബി റേസ് ടു 2b എന്ന് പറഞ്ഞാൽ ഈ 2b എന്ന് പറഞ്ഞാൽ എന്താണ്? ബി 2 പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും, ഇങ്ങനെ എഴുതാം, ബി റേസ് ടു ബി ഇൻറ്റു ബി റേസ് ടു ബി. അതായത് നമുക്ക് ബേസ് സെയിം ആണ്, അവിടെ ബേസ് സെയിം ആണ്, ബി തന്നെയാണ്. ആൻഡ് ഇവിടെ ഒരു ബി ഉണ്ട്, ഇവിടെ രണ്ടാമത്തെ ബി. സോ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പം ബി 2b എന്ന് കിട്ടും. രണ്ടും കൂടി ആഡ് ചെയ്യുവാണ് വേണ്ടത്. ബിക്കോസ് എന്താണ്? എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ എന്നുള്ള രീതിയിലാണുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എം പ്ലസ് എൻ. ഓക്കെ, അതായത് ഇവിടെ 2b ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ബി പ്ലസ് ബി എന്ന് പറയുമ്പോൾ 2b അല്ലേ. ഇനിയിപ്പം ബി ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ ബി സ്ക്വയർ ആണ്, അത് മാറിപ്പോകരുത്. സോ ബി റേസ് ടു ബി ഇൻറ്റു ബി റേസ് ടു ബി എന്ന് പറഞ്ഞാൽ ആ ഒരു രൂപത്തിൽ എഴുതാം. ആൻഡ് നമ്മളിവിടെ ബി റേസ് ടു ബി രണ്ടിലും രണ്ട് സൈഡിലും ഇക്വേഷനിൽ സെയിം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇത് നമുക്ക് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ട് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെയും റൈറ്റ് ഹാൻഡ് സൈഡിനെയും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബി റേസ് ടു ബി എന്നുള്ള ആ ഒരു ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ഡിവൈഡ് ബോത്ത് സൈഡ് ഓഫ് ദിസ് ഇക്വേഷൻ ബൈ ബി റേസ് ടു ബി. അപ്പം നമുക്ക് എന്ത് കിട്ടും? 2 റേസ് ടു ബി b raised to b whole divided by b raised to b and b raised to b into b raised to b whole divided by b raised to b. So e b raised to b യും e b raised to b യും e b raised to b യും അവിടെ കട്ടായി പോവും. ആൻഡ് ഇവിടെയും e b raised to b യും e b raised to b യും അവിടെ കട്ടായി പോവും. സോ നിങ്ങൾക്ക് ബാക്കിയുള്ളത് എന്താണ്? 2 raised to b is equal to b raised to b അല്ലെ. 2 raised to b കാണുന്നുണ്ടോ? 2 raised to b is equal to b raised to b എന്നുള്ള രീതിയിൽ കിട്ടും. ആൻഡ് 2 raised to b equal to b raised to b അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ടിൻ്റെയും എന്താണ് പവർ സെയിം ആണ്. നോക്കുക, ഇവിടെ നോക്കുക, രണ്ടിൻ്റെയും പവർ സെയിം ആണ്. അപ്പം നമുക്ക് അസ്യൂം ചെയ്യാം രണ്ടിൻ്റെയും ബേസും സെയിം ആണ്. ഓക്കെ, ബേസും സെയിം ആണ്. അപ്പം നമുക്കത് അസ്യൂം ചെയ്യാം. രണ്ടിൻ്റെയും പവർ സെയിം ആയതുകൊണ്ട് തന്നെ, രണ്ട് സൈഡിലും പവർ സെയിം ആയതുകൊണ്ട് തന്നെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും പവർ സെയിം ആയതുകൊണ്ട് തന്നെ ഈ ബിയുടെ വാല്യൂ, അതായത് ഈ താഴെയുള്ള ഈ ബിയുടെ വാല്യൂ എന്തായിരിക്കും? ഈ 2 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെയും ബേസ് സെയിം ആണ്. അതായത് ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂവും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂവും ഈക്വൽ ആണെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ 1 ഈക്വൽ ടു 1 അല്ലെ 2 ഈക്വൽ ടു 2, 2 സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ, അങ്ങനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 തന്നെ ആയിരിക്കും. ഓക്കെ, രണ്ട് പവേഴ്സും സെയിം ആയതുകൊണ്ട് ഇവിടെ ബേസും സെയിം ആണ്. സോ അങ്ങനെ നമുക്ക് ബിയുടെ വാല്യൂ 2 എന്ന് കിട്ടും. Okay, so thank you.